മനുഷ്യന്റെ മനസ്സ് നന്നാകണം, മനുഷ്യന്റെ മനസ്സ് നന്നാകണം. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എടുത്തുദ്ധരിച്ചു ഒരു ചരിത്രം. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹകാരികളായ, ദീനീ പ്രവർത്തനരംഗത്ത് സഹകാരികളായ നല്ല മനുഷ്യന്മാരായ ചിലർ കൂടെയുണ്ട്. അവർക്ക് ഹവാരിയുകൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈസാ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊല്ലാൻ നോക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അതെ അല്ലാഹുവിന്റെ മഹാന്മാരെ വിളിച്ച് തേടിയിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിഗാസ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് വേണ്ടി എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിഗാസ ചെയ്ത സമയത്ത് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടെന്ന് നല്ല മനസ്സുള്ള, അതേ വെള്ള വസ്ത്രം പോലെ ക്ലിയറുള്ള മനസ്സുള്ള, പലപ്പോഴും വസ്ത്രമലക്കിക്കൊണ്ടിരുന്ന മഹാന്മാരായ കുറച്ചാളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ആ ഹവാരിയുകളുണ്ടല്ലോ, അതേ അത്തരത്തിലുള്ള സഹകാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആ മഹാനിങ്ങനെ നടന്നു പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വഴിക്ക് വെച്ചൊരു സ്ഥലത്തെത്തിയപ്പോ അതേ ധാരാളം കവർച്ച ചെയ്യുന്ന ഒരു കള്ളൻ. ഓ മുസ്ലിമീങ്ങളെ, ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, ആരും നന്നാകൂല എന്ന് മനസ്സിലാക്കി ആരെയും തള്ളാൻ നമുക്ക് നിവൃത്തിയില്ല, ആരെയും നിസ്സാരപ്പെടുത്താൻ നിവൃത്തിയില്ല. പടച്ച റബ്ബ് ഏത് മനുഷ്യനും ചിലപ്പോ പുറത്തു കൊടുത്തേക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവാരികളിൽപ്പെട്ട മഹാനും നടന്നിങ്ങനെ പോകുന്നത് കണ്ടപ്പോ, ഒരു കള്ളനത് കണ്ടപ്പോ അദ്ദേഹം മനസ്സിലാക്കി, അല്ലാഹുവിന്റെ നബിയല്ലേ പോകുന്നത്, കൂടെ അതാ സമീപത്ത് പിന്നാലെ അതാ പോകുന്നു. അതെ, ആരാ പോകുന്നത്? ഒരു വലിയ മഹാനല്ലേ. എനിക്കും ഒന്നവരുടെ കൂടെ ഒരൽപ്പം നടന്നാലെന്താ? ഞാൻ ആള് കള്ളനായി പോയി, ശരി, എന്റെ ദുർബല നിമിഷത്തിൽ കട്ടുപോയി, എന്നാലും മഹാന്മാരെ ഒന്ന് സമീപിച്ചാലെന്താ? ആ നിലക്ക് അദ്ദേഹം ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നു പോകുന്ന ആ വലിയ ഇബാദത്ത് എടുക്കുന്ന ഹവാരി എന്ന് പറയുന്ന ആ മനുഷ്യ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ഒരു ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹം അടുത്ത് നടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറ്. പടച്ച റബ്ബേ, ഈ മഹാന്റെ കൂടെ, ഈ മഹാന്റെ സമീപത്ത് നിന്ന് നടക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ലല്ലോ അല്ലാ. ഈ മഹാന്റെ അടുക്കൽ ചെല്ലുന്നത്, ഞാൻ ചെല്ലുന്നത് അതിന് മാത്രം ഞാൻ കൊള്ളുന്നവനല്ലല്ലോ അല്ലാ. മിസ്ലീലായം ശീലജംബി ഹാദല്ലാബിദി, ധാരാളം വിവാദത്തെടുക്കുന്ന ഈ മനുഷ്യന്റെ സമീപത്തുകൂടി, അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തുകൂടി നടക്കാൻ ഞാൻ കൊള്ളുകയില്ലല്ലോ അല്ലാ. എന്നാലും അദ്ദേഹത്തിന്റെ നന്മയൊന്ന് എനിക്കും കിട്ടട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, മസലു ജലീസി സ്സാലിഹി കമസലി ജലീസിൽ അത്താർ, നല്ല അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയി ഇരുന്നാൽ ആ ഇരിക്കുന്ന മനുഷ്യന് അത്തറിന്റെ മണം ലഭിക്കുന്നത് പോലെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തൊട്ട് പുരട്ടി തരുന്ന വകയിലും, ഇനി പുരട്ടി തന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല മണം ലഭിക്കുന്നത് പോലെ മഹാന്മാരെ സദസ്സിൽ പോയി ഇരുന്നാൽ, മഹാന്മാരെ കൂടെ നടന്നാൽ അതിന്റെ ഒരു മഹത്വം അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയവനെ പോലെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഇപ്പൊ മഹാന്മാരുടെ കൂടെ കൂടിയാൽ ഒരിക്കലും നഷ്ടം വരൂല. ഈ ചിന്ത ഒരു നല്ല ചിന്തയാണ്. ആ ചിന്തയിൽ ഈ മഹാന്റെ സമീപത്ത് കൂടി നടക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വലിയ ബേജാറ്, ഈ മഹാന്റെ കൂടെ നടക്കാൻ ഞാൻ കൊള്ളൂലല്ലോ അല്ലാ. ഈ ചിന്തയോടുകൂടി അദ്ദേഹം ഇങ്ങനെ വിനയാന്വിതനായി നടക്കുകയാണ്.
ആ സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള വലിയ ഇബാദത്ത് എടുക്കുന്ന മഹാൻ, അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾ എന്റെ കൂടെ നടക്കുന്നത്, ഈ കള്ളനുണ്ട് എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? ഇയാൾ എന്റെ കൂടെ നടക്കാൻ പറ്റുമോ, ഞാൻ ഇയാളെ കൂടെ നടക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, അങ്ങനെ ഈ കള്ളൻ എന്റെ കൂടെ നടക്കുന്നു, അത് ശരിയില്ലല്ലോ, എനിക്ക് മോശമല്ലേ അത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മെല്ലെ അവിടുന്ന് അപ്പുറത്തേക്ക് അങ്ങ് മാറി, അല്പം മുന്നോട്ടങ്ങ് മാറിയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അങ്ങ് നടന്നു. ഈസാ നബിയുടെ തൊട്ടടുത്ത് നിന്നിട്ട് ഒന്നായിട്ടങ്ങ് നടന്നു. അപ്പോൾ പിന്നെ ഈ കള്ളൻ പിന്നിലായി. കള്ളൻ പിന്നില്, മുന്നിൽ ഒരേ നിരയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമും ഈ മഹാനും നടക്കുകയാണ്. കാരണം ഈ മഹാന്റെ മനസ്സിലങ്ങ് തോന്നി, ഈ കള്ളൻ എന്റെ കൂടെ നടക്കുന്നു, ഞാൻ അവന്റെ കൂടെ നടക്കേണ്ടവനല്ല, ഞാൻ ഈസാ നബിയുടെ കൂടെ നടക്കേണ്ടവനാണ് എന്ന് തോന്നി. അദ്ദേഹം മുന്നിലങ്ങ് നടന്നു ഈസാ നബിയുടെ കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന് വഴിയറിയിക്കുന്നു, ഖുൽ ലഹുമാ ലിയസ്തഗ്നിഫൽ അമല ഫഖദ് ഹബത്തു മാ സലഫ മിൻ അമാരിഹിമാ. ഈസാ നബിയേ, അവരോട് രണ്ടാളോടും പറഞ്ഞോളൂ, അവർ ഇന്നുവരെ ചെയ്തതൊക്കെ പൊളിഞ്ഞുപോയി. രണ്ടാളും ചെയ്തത് പൊളിഞ്ഞുപോയി. രണ്ടാമത് പണി തുടങ്ങിക്കോട്ടെ, അവർക്ക് തുടങ്ങണമെങ്കിൽ. ഇതുവരെ ചെയ്തൊക്കെ പൊളിഞ്ഞുപോയി എന്ന്, ഞാൻ പൊളിച്ചു കളഞ്ഞുവെന്ന് പറഞ്ഞോളൂ നബിയേ. എന്തേ കാരണം? അമ്മൽ ഹവാരിയു, ആ വലിയ ഇബാദത്തെടുക്കുന്ന ഈസാ നബിയുടെ കൂടെ നടന്ന മഹാനുണ്ടല്ലോ, അയാളെ എല്ലാ നന്മയും ഞാൻ ബാത്തിലാക്കി കളഞ്ഞു. ഫഖദ് അഹബത്തു ഹസനാതിഹി, അയാളെ നന്മ മുഴുവനും ഞാൻ ബാത്തിലാക്കി കളഞ്ഞു. ലിവജ്ബിഹി ബിനഫ്സിഹി, കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയില്ലേ എന്റെ കൂടെ അവൻ നടക്കാൻ പറ്റൂല, എന്റെ കൂടെ അവൻ നടക്കാൻ പറ്റൂല, ഞാൻ അത്ര വലിയ ആളാണെന്ന് അയാളെ മനസ്സിൽ തോന്നിയില്ലേ? മനസ്സിന്റെ ഉള്ളിൽ ആ അഹങ്കാരം വന്നതോടെ അദ്ദേഹത്തിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഞാൻ ബാത്തിലാക്കിപ്പോയി. ഈസാ നബിയേ, ഇനി വലിയ പുതിയ അമലുകൾ വേണമെങ്കിൽ അയാൾ വേറെ അമല് ചെയ്യട്ടെ, ഇതുവരെയുള്ളത് പൊളിഞ്ഞുപോയി. അതേ സമയത്ത് അമ്മൽ ആഖറു, കൂടെ ബറക്കത്തിന് വേണ്ടി ഉദ്ദേശിച്ചു വന്ന് നടന്ന കള്ളനില്ലേ, ആ മനുഷ്യൻ ഫഖദ് അഹ്ബത്തു സയ്യാതിഹി ബിബസ്ദറാ അലാ നഫ്സിഹി, എന്റെ ശരീരം ഒന്നിനും കൊള്ളൂലല്ലോ അല്ലാ, ഈ മഹാന്റെ കൂടെ നടക്കാൻ പറ്റൂലല്ലോ അല്ലാ, ഈ മഹാന്റെ കൂടെ ഞാൻ അടുക്കാൻ പറ്റൂലല്ലോ അല്ലാ, എന്നാലും ആ മഹാന്റെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് വളരെ മോശമായിട്ടല്ലേ കണ്ടത്, താഴ്മയോടെയല്ലേ കണ്ടത്, ഞാനൊരു മോശക്കാരനാണെന്നല്ലേ വിശ്വസിച്ചത്. അക്കാരണത്താൽ അദ്ദേഹം ഇതുവരെ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളും എല്ലാ തെറ്റുകളും ഞാനതാ പുറത്തു കൊടുത്തുപോയി. ആകയാൽ ഇയാള് ചെയ്തതും പൊളിഞ്ഞു, അയാള് ചെയ്തതും പൊളിഞ്ഞു. ഇയാള് ചെയ്ത തെറ്റാണ്, തെറ്റ് പൊളിഞ്ഞു, തെറ്റുകളൊക്കെ ക്യാൻസലായി പോയി. മറ്റേയാള് ചെയ്തത് നന്മയാണ്, നന്മയും ക്യാൻസലായി പോയി. നന്മ ക്യാൻസലാകാൻ കാരണം മനസ്സിന്റെ ഉള്ളിൽ ഞാൻ തരക്കേടില്ലെന്നും എന്റെ കൂടെ ഇങ്ങനത്തെവരൊന്നും നടക്കാൻ പറ്റൂലെന്നും അദ്ദേഹത്തിന് കിബിർ തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു. ഈ വ്യക്തിയോ കള്ളനായിരുന്നു, മോശക്കാരനായിരുന്നു, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു മോശക്കാരനാണല്ലോ അല്ലാ എന്ന ചിന്തയിൽ മഹാന്മാരിലേക്ക് അടുത്തു വന്ന് നന്നാകാൻ ചിന്തിച്ചപ്പോ അദ്ദേഹത്തിന് നമ്മൾ പുറത്തു കൊടുത്ത് നന്നാക്കിപ്പോയി. ഉടനെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, കൂടെ നടന്ന ആ ഇബാദത്തെടുത്ത മഹാനോട് പറഞ്ഞു, എടോ മനുഷ്യ, നീ ഇനി എന്റെ കൂടെ വരേണ്ടതില്ല, നീ സൽക്കർമ്മം ചെയ്ത് നന്നാകാൻ പോയിക്കോ. കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അല്ലാഹ് അംഗീകരിച്ചു പോയി, ഇനിമേലിൽ ഇയാൾക്ക് പകരം എന്റെ കൂടെ നീ വന്നോ. പടച്ച റബ്ബിന്റെ കാരുണ്യ
പുണ്യത്തെ ആർക്കും തടുക്കാൻ ഇവിടെ നിർവാഹമില്ല. പടച്ച റബ്ബദാ പറഞ്ഞത് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുമിനൂൻ എന്ന് പറഞ്ഞെങ്കിലും ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. അതേ, ഉത്ബോധനം സ്വീകരിക്കുന്ന നല്ല മനസ്സുള്ള വ്യക്തികൾ, പടച്ചവന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണല്ലോ, ഞാൻ തെറ്റുകാരനാണല്ലോ, ഞാൻ നന്നാകണമല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അത്തരം മനുഷ്യർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ബിമഗ്ഫിറത്തിൻ, അവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ പൊറുക്കലുണ്ട്. വഅജ്രിൻ കരീം, മഹത്തായ മാനമായ പ്രതിഫലമുണ്ട്.